ഹായ്, ദിസ് ഇസ് ജിബി സെബാസ്റ്റ്യൻ. വെൽക്കം ടു ജിബീസ് ക്ലാസ്സസ്. ഇന്ന് നമ്മൾ CBSE 8ാം ക്ലാസ്സിൻ്റെ ഹിന്ദി ധ്രുവ ടെക്സ്റ്റ് ബുക്കിലെ ചിഠിയോമേ യൂറോപ്പ് എന്ന മൂന്നാമത്തെ പാഠത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് നോക്കുന്നത്. അപ്പോൾ ഈ പാഠം കണ്ടിട്ടില്ലെങ്കിൽ ഈ ലെസൺ കാണാത്തവർ ഈ വീഡിയോൻ്റെ താഴെ ജിബീസ് ക്ലാസ്സസ് എന്ന് കാണും. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവും. അപ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ പ്ലേലിസ്റ്റ് കാണാം. ആ പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല പ്ലേലിസ്റ്റുകൾ ഓപ്പൺ ആവും. അതിൽ CBSE ക്ലാസ് 8 ഹിന്ദി എന്ന പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോകളെല്ലാം ആ ക്ലാസ്സുകളെല്ലാം കാണാൻ പറ്റും. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇസ് പത്ര के आधार पर नीचे दिए गए प्रश्नों के उत्तर दो. അതായത് ഈ ലെസൺ എന്ന് പറയുന്നത് ഒരു കത്തായിരുന്നു. പത്രം എന്ന് പറഞ്ഞാൽ കത്ത്. ആ കത്തിനെ ആധാരമാക്കിക്കൊണ്ട് താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനാണ് പറയുന്നത്. ഇസ് പത്ര കാ ലേഖക് കിസ് ഷെഹർ യാ ദേശ് കി യാത്ര പർ ഗയാ ഥാ. ഈ ലെറ്റർ അല്ലെങ്കിൽ കത്തെഴുതിയ ഈ ലേഖകൻ ഏത് പട്ടണത്തിൽ അല്ലെങ്കിൽ ഏത് രാജ്യത്തിൻ്റെ യാത്രയാണ് ചെയ്തത്, അല്ലെങ്കിൽ ഏത് രാജ്യത്തിലോട്ടാണ് പോയത് എന്നാണ് അവിടെ ചോദിക്കുന്നത്. നമുക്ക് നോക്കാം. ഇസ് പത്രക ലേഖക് യൂറോപ്പിലെ യുഗോസ്ലാവിയ എന്ന രാജ്യത്താണ് പോയത്. ആ രാജ്യത്ത് ഏത് സ്ഥലത്താണ് പോയത്? നെവിസാദ് എന്ന സ്ഥലത്താണ്. ആ സ്ഥലത്തോട്ടുള്ള യാത്രയാണ് ചെയ്തത്. പിന്നെ അടുത്തത് ഉസ് ദേശ് മേ കോൻ കോൻ സെ ഖേൽ ഖേലെ ജാത്തെ ഹെ. ആ ദേശത്ത് ആ രാജ്യത്ത് ഏതൊക്കെ കളികളാണ് കളിക്കാറുണ്ടായിരുന്നത്? വഹാ കോൻ സാ ഖേൽ സബ്സെ അധിക് ലോക്പ്രിയ ഹെ. അവിടെ ഏറ്റവും അധികം ആൾക്കാർ കളിക്കുന്ന, ആൾക്കാർക്ക് താല്പര്യമുള്ള ഏത് കളിയാണ് കളിക്കുന്നത്? അപ്പോൾ യഹാ കെ ലോഗ് ഫുട്ബോൾ ബഹുത് ഖേൽത്തെ ഹെ. ഫുട്ബോളാണ് ഏറ്റവും കൂടുതൽ അവിടുത്തെ ആൾക്കാർ കളിക്കുന്ന കളി. അതുകൂടാതെ തന്നെ ടേബിൾ ടെന്നീസ് ഓർ സ്കേറ്റിംഗ് ഭി ഉന്നെ ബഹുത് പസന്ത് ഹെ. ടേബിൾ ടെന്നീസും സ്കേറ്റിങ്ങും ഒക്കെ അവർക്ക് അവിടെയുള്ള ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഉസ് ദേശ് കെ കുച്ച് ഖാദ്യ പദാർത്ഥോ കെ നാം ബതാओ. ആ ദേശത്തെ, ആ രാജ്യത്തെ കുറച്ച് ഖാദ്യപദാർത്ഥം എന്ന് പറഞ്ഞാൽ ഭക്ഷണ സാധനം, ഈറ്റബിൾസ്, അതിൻ്റെ പേര് ആണ് ചോദിക്കുന്നത്. എന്തൊക്കെയാണ് അവിടെയുള്ളവർ കഴിക്കുന്നത്, അതിനെക്കുറിച്ചാണ് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ ആ ലെറ്ററിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒരുപാട് ഭക്ഷണ സാധനങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ഭക്ഷണ സാധനങ്ങളെ അതിൻ്റെയൊക്കെ പേര് ഇവിടെ എഴുതിയാൽ മതി. ഉസ് ദേശ് കെ കുച്ച് ഖാദ്യ പദാർത്ഥ് യോഗട്ട്, സൂപ്പ്, സഫേദ് സേം. യോഗട്ട് അതായത് തൈര് പോലുള്ളൊരു ഭക്ഷണ സാധനമാണ്. സൂപ്പ്, അതുപോലെ തന്നെ സഫേദ് സേം അതായത് വെള്ള അമരയ്ക്ക, അതുപോലെ തന്നെ ഐസ്ക്രീം. ചാവൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചോറ്. സ്റ്റൂ ചില്ലെ ജैसे മിഠായി ജിസ്മേ खट्टी बेरी का गुदा भरा होता है. ഇത് ഒരു ക്രിസ്പിയായ ഒരു ഭക്ഷണ സാധനം. അതിൻ്റെ ഉള്ളിൽ ഖട്ടി എന്ന് പറഞ്ഞാൽ നല്ല പുളിപ്പുള്ള ഒരു ജെല്ലി ടൈപ്പ് എന്തോ ഉള്ളിൽ നിറച്ച അങ്ങനെയുള്ള സാധനം. അതുപോലെ തന്നെ സെവയ്യ എന്ന് പറഞ്ഞാൽ സേമിയ. ഉബലി സൂപ്പ് ഉബലി എന്ന് പറഞ്ഞാൽ വേവിച്ച, തിളപ്പിച്ച, വെള്ളത്തിലിട്ട, സൂപ്പിലിട്ട നമ്മുടെ സേമിയ. അതുപോലെ തന്നെ ബ്രെഡ് ബട്ടറും അതുപോലെ മാംലേറ്റ് എന്ന് പറഞ്ഞാൽ ജെല്ലി. അതൊക്കെയാണ് അവിടുത്തെ സാധാരണയായിട്ട് അവർ കഴിച്ചിരുന്ന ഭക്ഷണ സാധനങ്ങൾ. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ലേഖക് ने यह क्यों कहा कि अच्छे से रहना ताकि माँ को तकलीफ ना हो. നന്നായി ഇരിക്കണം, പറഞ്ഞത് കേൾക്കണം. താക്കി മാക്കോ തക്ലീഫ് നാ ഹോ,
അമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കരുത് എന്ന് ലേഖകൻ എന്തുകൊണ്ടാണ് ആ കത്തിൽ അവസാനം എഴുതിയത്? യഹ് ലേഖക് നെ ഇസിലിയെ ലിഖ. ലേഖകൻ എന്തുകൊണ്ടാണ് എഴുതിയെന്ന് പറഞ്ഞാൽ ക്യോക്കി എന്തുകൊണ്ടെന്ന് വെച്ചാൽ വഹ് ഷെഹർ സെ ബാഹർ ഥാ. ആ ലേഖകൻ അച്ഛൻ ഷെഹർ സെ ബാഹർ ഥാ, പട്ടണത്തിന് പുറത്തായിരുന്നു, യൂറോപ്പിലായിരുന്നു. और माँ अपने बच्चों के साथ अकेली थी. അമ്മ മക്കളുടെ കൂടെ ഒറ്റയ്ക്കേ ഉള്ളൂ. അച്ഛൻ അവിടെയില്ല, അച്ഛൻ പുറത്താണ്. അച്ഛൻ യുഗോസ്ലേവിയ, യൂറോപ്പിലാണ്. അഗർ ബच्चे തങ് കരേങ്കെ, കുട്ടികൾ ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാൽ, ശല്യം ചെയ്താൽ, तो माँ को തക്ലീഫ് होगी, അമ്മയ്ക്ക് ബുദ്ധിമുട്ടാവും. തക്ലീഫ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട്, പ്രയാസമാവും. അതുകൊണ്ടാണ് അച്ഛൻ മക്കളോട് നന്നായി നല്ല കുട്ടികളായി ഇരിക്കാൻ പറഞ്ഞത്. അതുപോലെ തന്നെ കുറച്ച് മറ്റുള്ള ക്വസ്റ്റ്യൻസും കൂടിയുണ്ട്. ഭാരതീയ ഖാനേക്ക് കുച്ച് ചീസേ ജैसे चावल सेवैयाँ മിഠായിയാ യൂറോപ്പ് മേ അലഗ് ഢങ് സെ ഖായി ജാത്തി ഹെ. ഭാരതത്തിൽ നമ്മൾ കഴിക്കുന്ന, ഇന്ത്യയിൽ കഴിക്കുന്ന ചോറും സേമിയയും മിഠായികളും അങ്ങനെ അതെല്ലാം യൂറോപ്പിൽ മറ്റ് തരത്തിലാണ്. അലഗ് ഢങ് സെ, അലഗ് തരീക്കെ സെ, വേറൊരു പ്രത്യേക തരത്തിലാണ് അവരവിടെ കഴിക്കുന്നത്. ക്യാ ഭാരത് മേ യെ ചീസേ അലഗ് അലഗ് ഢങ് യാ തരീക്കോ സെ ബനായി ഓർ ഖായി ജാത്തി ഹെ. അതുപോലെ നമ്മുടെ ഭാരതത്തിലും ഇന്ത്യയിലും ഈ സാധനങ്ങളെല്ലാം പല സ്ഥലങ്ങളിൽ പല വിധത്തിൽ ഉണ്ടാക്കുകയും പല വിധത്തിൽ കഴിക്കുകയും ചെയ്യുന്നുണ്ടോ? പതാ കരോ ഓർ ബതാओ. നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി പറയാനാണ് പറയുന്നത്. ഇതെല്ലാം സ്വയം എഴുതേണ്ട, സ്വയം ചെയ്യേണ്ട ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഇതിൽ ഹർ സ്ഥാൻ പർ ഖാനെ കി ചീസോ കോ അലഗ് അലഗ് തരഹ സെ ബനായ ജാത്ത ഹെ. എല്ലാ സ്ഥലത്തും, ഹർ സ്ഥാൻ പർ, എല്ലാ സ്ഥലത്തും ഈ ഭക്ഷണ സാധനങ്ങൾ അലഗ് അലഗ് തരഹ സെ ബനായ ജാത്ത ഹെ, പല പല വിധത്തിലാണ് അതുണ്ടാക്കുന്നത്. ജैसे കൈ സ്ഥാനോ പർ ചാവലോ കോ ഉബാൽ കർ. പല സ്ഥലങ്ങളിലും, നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിലും അതിനെ, ഈ അരിയെ, ചോറിനെ നന്നായി വേവിച്ച് കഴിക്കും. അതുപോലെ തന്നെ ബിരിയാണി ഉണ്ടാക്കി കഴിക്കും. ബിരിയാണി ബനാക്കർ, മീഠേ ചാവൽ ബനാക്കർ, മധുരച്ചോറ് ഉണ്ടാക്കി കഴിക്കും. മീഠേ ചാവൽ ബനാക്കർ ഖായ ജാത്ത ഹെ. तो कहीं മറ്റ് ചില സ്ഥലങ്ങളിൽ ഇത് ഇഡലി യാ ദോശ ബനാക്കർ ഭി ഖായ ജാത്ത ഹെ. ഇഡലിയോ ദോശയോ ഒക്കെ ഉണ്ടാക്കിയും കഴിക്കാറുണ്ട്. സെവയ്യ ദൂധ് മേ ഡാൽക്കർ നംകീൻ ബനാക്കർ. ഈ സെവയ്യ എന്ന് പറഞ്ഞാൽ സേമിയ, ഒന്നുമില്ലെങ്കിൽ ഈ ദൂധ് മേ ഡാൽക്കർ, ദൂധ് എന്ന് പറഞ്ഞാൽ പാലിലിട്ട്, അല്ലെങ്കിൽ നംകീൻ ബനാക്കർ അതിൽ മിക്സർ ഉണ്ടാക്കിയിട്ട്, അതുപോലെ തന്നെ മീഠി ബനാക്കർ, മീഠി എന്ന് പറഞ്ഞാൽ മധുരത്തോടെ, യാ ഫലൂദ ആദി കെ രൂപ് മേ. ഫലൂദ എന്ന് പറഞ്ഞാലും ഈ സേമിയ കൊണ്ടുണ്ടാക്കുന്ന ഒരു മധുരമുള്ള ഒരു ഡിഷാണ്. അത് അങ്ങനെയൊക്കെയാണ് കെ രൂപ് മേ ഖായി ജാത്തി ഹെ, അങ്ങനെയൊക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ പല സ്ഥലത്തും പല സാധനങ്ങളും പല വിധത്തിലാണ് ഉണ്ടാക്കുന്നത്, പല തരത്തിലാണ് കഴിക്കുന്നത്. ഇസി തര മിഠായിയാ ബി. മിഠായി എന്ന് പറഞ്ഞാൽ സ്വീറ്റ്സും അലഗ് അലഗ് തരഹ സെ ബനായി ജാത്തി ഹെ. അതും പല പല വിധത്തിലാണ് ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും. ദൂന നദി യൂറോപ്പ് കെ കൈ ദേശോ മേ ബഹത്തി ഹെ. ദൂന യൂറോപ്പിലുള്ള ആ നദി കൈ ദേശോ മേ ബഹത്തി ഹെ, യൂറോപ്പിലെ പല രാജ്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഭാരത് മേ ബി അനേക് ऐसी നദിയാ ഹെ. ഭാരതത്തിലും ഇന്ത്യയിലും അങ്ങനെയുള്ള പല നദികളുണ്ട്, ഒരുപാട് നദികളുണ്ട്. കൈ രാജ്യോ കെ ബീച്ച് ബഹത്തി ഹെ, അത് പല സ്റ്റേറ്റ്സിലൂടെ കടന്നു പോകുന്നുമുണ്ട്. ऐसी कुछ നദിയോ കെ നാം ലിഖോ. അങ്ങനെയുള്ള കുറച്ച് നദികളുടെ പേരെഴുതാനാണ് പറയുന്നത്. യഹ് ഭി പതാ കരോ കി വേ കോൻ കോൻ സെ രാജ്യോ സെ ഹോക്കർ ബഹത്തി ഹെ. അത് ഏതൊക്കെ രാജ്യങ്ങളിലൂടെയാണ്, രാജ്യം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്സിനെ പറയുന്നത്, സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത് എന്ന് വരെ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. നദിയുടെ പേര്, രാജ്യോ കെ നാം, സ്റ്റേറ്റ്സിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ ഏതൊക്കെ സംസ്ഥാനത്തൂടെ അത് ഒഴുകുന്നു എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഭാരത് മേ ഗംഗ ആരംഭ ഉത്തരാഞ്ചൽ സെ ഹോത്തെ ഹെ. ഭാരതത്തിൽ ഗംഗയുടെ ആരംഭം
തുടക്കമെന്ന് പറയുന്നത് ഉത്തരാഞ്ചൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഉത്തരാഖണ്ഡിൽ നിന്നാണ് അത് ഉത്ഭവിക്കുന്നത്. ഫിർ अनेकों राज्यों से बहती हुई बंगाल के कोलकाता शहर के पास മഹാസാഗർ में മിൽ ജാത്തി है. അങ്ങനെ പല സ്റ്റേറ്റ്സിലൂടെ പല സംസ്ഥാനങ്ങളിലൂടെ ഒഴുകി ഉത്തരാഖണ്ഡിലൂടെയും യു പിയിലൂടെയും ബീഹാറിലൂടെയും ഒക്കെ ഒഴുകി വെസ്റ്റ് ബംഗാളിലെത്തി. കൽക്കത്ത പട്ടണത്തിലൂടെ ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ ഓട്ട് ഈ വെള്ളം എത്തിച്ചേരുന്നു. യമുന നദി കൂടിച്ചേരുന്നു. യമുനയല്ല, ഗംഗാ നദി. അടുത്തത് യമുന നദി നൈദില്ലി, മധുര, അലഹാബാദ് അങ്ങനെ പല സ്ഥലങ്ങളിലൂടെ ഒഴുകുന്നു. കൃഷ്ണ നദി ദക്ഷിണ ഭാരതത്തിലാണ്, സൗത്ത് ഇന്ത്യയിലാണ് കൃഷ്ണ നദി. അതുപോലെ തന്നെ കാവേരി നദി ദക്ഷിണ സൗത്ത് ഇന്ത്യയിലാണ്. ചെന്നൈ മേ സമാപ്ത് ഹോത്തെ ഹൈ, ചെന്നൈയിൽ അവസാനിക്കുന്നു. അതുപോലെ തന്നെ നർമ്മദ നദി നാസിക് മഹാരാഷ്ട്ര മേ ബഹത്തി ഹൈ, നർമ്മദ നദി മഹാരാഷ്ട്രയിലെ അല്ലെങ്കിൽ നാസിക്കിലാണ് ഒഴുകുന്നത്. അങ്ങനെ പല നദികളും നമ്മുടെ ഇന്ത്യയിലുണ്ട്. പല സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്, പല പട്ടണങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അതുപോലെ ഇവിടെ നദിക നാം, നദിയുടെ പേരാണ് ഈ എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ രാജ്യോക്കെ നാം, അതായത് ഈ സ്റ്റേറ്റ്സിൻ്റെ അല്ലെങ്കിൽ സ്ഥലങ്ങളുടെ പേര്. ഗംഗ എവിടെയൊക്കെയാണോ, ഗംഗ ഈ കൊടുത്തിരിക്കുന്നതൊന്നും സ്റ്റേറ്റ്സ് അല്ല, അതെല്ലാം ഓരോ സ്ഥലങ്ങളാണ്, പട്ടണങ്ങളുടെ പേരാണ്. ഹരിദ്വാർ, ഗാസിയാബാദ്, പട്ന, ബീഹാർ, ബംഗാളെല്ലാം. അപ്പോൾ ഇത് കടന്നു പോകുന്ന നദികൾ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഒന്ന് ഉത്തരാഖണ്ഡ് കഴിഞ്ഞാൽ യു പി കഴിഞ്ഞാൽ ബീഹാർ, അത് കഴിഞ്ഞ് വെസ്റ്റ് ബംഗാൾ, അങ്ങനെയാണ് പോകുന്നത്. യമുന നദി ദില്ലിയിൽ ഉത്ഭവിക്കുന്നു. ദില്ലി ഉത്തർപ്രദേശിലൂടെ കടന്നു പോകുന്നു. നർമ്മദ നദി മഹാരാഷ്ട്രയിലാണ്. കാവേരി ദക്ഷിണ ഭാരത് എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യ. പത്ര में लिखा गया है कि मौसम अच्छा चल रहा है, यहाँ बसंत आ रहा है. അപ്പോൾ ഈ ലെറ്റർ എഴുതിയിരിക്കുന്നു, ഇവിടെ മോസം അല്ലെങ്കിൽ ക്ലൈമറ്റ് നല്ലതാണ്, നന്നായി പോകുന്നു. യഹാ ബസന്ത് ആ രഹാ ഹൈ, വസന്തകാലം വരികയാണ് എന്നെഴുതിയിരിക്കുന്നു. ഭാരത് കെ അലഗ് അലഗ് ഭാഗോ മേ ഭി അലഗ് അലഗ് തരഹ കാ മോസം ഹോത്താ ഹൈ. ഭാരതത്തിൽ, ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും പല തരത്തിലുള്ള ക്ലൈമറ്റാണ് ഉള്ളത്. സാൽ ഭർ അലഗ് അലഗ് ഋതുവാ അപ്ന പ്രഭാവ് ദിഖാത്തി ഹൈ. സാൽ ഭർ എന്ന് പറഞ്ഞാൽ ഈ വർഷം മുഴുവൻ പല ഋതുക്കൾ വരുന്നു, പല ക്ലൈമറ്റ് ഉണ്ടാവുന്നു. അബ് തും ബതാവോ കി തുമാരെ പ്രദേശ് മേ, നിങ്ങളുടെ ദേശത്ത്, നിങ്ങളുടെ സ്റ്റേറ്റിൽ, നിങ്ങളുടെ സംസ്ഥാനത്ത്, നിങ്ങൾ ജീവിക്കുന്ന ആ സ്ഥലത്ത് സാൽ ഭർ മൗസം കേസാ ഹോത്താ ഹൈ, കേസാ രഹത്താ ഹൈ. നിങ്ങളുടെ സ്ഥലത്ത്, നിങ്ങളുടെ സംസ്ഥാനത്ത് എങ്ങനെയാണ് അവിടുത്തെ ക്ലൈമറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹമാരെ പ്രദേശ് മേ, ഞങ്ങളുടെ പ്രദേശത്ത്, സാൽ ഭർ മേ ഹർ 3 മഹീനോ മേ ഋതുവേ ബദൽത്തി രഹത്തി ഹൈ. എല്ലാ 3 മാസങ്ങളും കഴിയും തോറും ഋതുക്കൾ മാറി വരുന്നു. സർദി എന്ന് പറഞ്ഞാൽ വിൻ്റർ, ഗർമി എന്ന് പറഞ്ഞാൽ സമ്മർ, ബർസാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മഴക്കാലം, വസന്ത് എന്ന് പറഞ്ഞാൽ വസന്തകാലം. അങ്ങനെ ഓരോ 3 മാസത്തും നമ്മുടെ ഇന്ത്യയിൽ ഒട്ടുമിക്ക ഭാഗങ്ങളിലും ഈ ഋതുക്കൾ അല്ലെങ്കിൽ കാലാവസ്ഥ, ക്ലൈമറ്റ് മാറി വരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. എല്ലാവർക്കും മനസ്സിലാക്കണം പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.